ഇപ്പോൾ പട്ടിക പ്രസിദ്ധീകരിച്ചല്ലോ. അപ്പൊ അതിൽ താങ്കളുടെ പേര് ഒഴിവാക്കിയതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ താങ്കളുടെ പ്രതികരണം എന്താണ് അതിൽ? അതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഏത് ചാനലിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ നുറുങ്ങ് ചാനലിൽ നിന്നാണ് വരുന്നത്. ശരി ശരി. ഞാൻ ജനിച്ചപ്പോ മുതൽ കണ്ടുവരുന്ന ചിത്രങ്ങളാ ഈ നേതാക്കന്മാരുടെയൊക്കെ. എന്നിട്ട് എന്നെ ഒഴിവാക്കി, എന്നെ ഇതിൽ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ലേലു അല്ലു. നമ്മള് നല്ല അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരുന്നു. പാർട്ടി പറയുന്നതിന് ഞാൻ അപ്പുറം ഇപ്പുറം നിന്നിട്ടില്ല. നമ്മളിപ്പം പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. എന്തായാലും ഞാനതിന് ബദൽ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങുക അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കും. പൊങ്കാല ഇടുന്നിടത്ത് പൊങ്കാല, പാത്രം കൊട്ടേണ്ടടുത്ത് പാത്രം കൊട്ടൽ, എന്ത് വേണോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാല് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാ. ഇനി ആര് തന്നെ എനിക്ക് പിന്തുണ തന്നാല്, അത് മുസ്ലിം ലീഗ് ആവട്ടെ, അല്ല കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, CPI ആവട്ടെ, ആര് തന്നെ തന്നാലും ഞാൻ അതെല്ലാം സ്വീകരിക്കും. ഞാനങ്ങോട്ട് ഇറങ്ങുക. എന്നെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ ആരെയായി പരിഗണിക്ക? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കയ്യും കണക്കുമില്ലാത്ത കണക്കുകൾ. കുടുംബക്കാരെ മുഴുവൻ പാർട്ടി സ്ഥാപനങ്ങളിൽ കയറ്റി ജോലി കൊടുത്തു കഴിഞ്ഞാലും തൃപ്തി വരാത്ത ആർത്തിഭണ്ഡാരങ്ങൾ. അങ്ങനെ MP ആയിട്ടും MLA ആയിട്ടും വർഷങ്ങളോളം ആ സുഖലോലുപതയിൽ അങ്ങനെ രമിച്ചാലും മതിവരാത്തവർ. ചക്കരക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ അത് നക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രുചി ഇഷ്ടപ്പെടാത്തവരാരുണ്ട്? പിന്നെ അതങ്ങ് വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറില്ലാത്തവർ. പുരാവസ്തുക്കളാണ് എടുത്ത് ഓരോ മൂലയിലേക്ക് വെക്കാറായ പുരാവസ്തുക്കൾ വരെ മത്സരത്തിന് ഇറങ്ങുക. അവരുടെയൊക്കെ ധാരണ അവരാണ് അറിവിൻ്റെ നിറകുളം, എല്ലാ കഴിവും തികഞ്ഞവർ അവരാണ്, വേറെ ആർക്കും ഒന്നും പറ്റില്ല, എല്ലാം മണ്ട ശിരോമണികളാണെന്ന. കഷ്ടം. സർ, ഒരു ചോദ്യവും കൂടി. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ പോയിട്ട് എൻ്റെ അണികളെ കൂട്ടട്ടെ. ശരി ശരി. ആ പോകുമ്പോൾ അവിടുന്ന് കാപ്പി കുടിച്ചു വെക്കും.